ഹലോ, ഇത് മാരുതി വണ്ടിയുടെ കാര്യമാണ്. വേറെ വണ്ടിയായിട്ട് ഒരു കാരണവശാലും ഇത് കമ്പയർ ചെയ്യാനായിട്ട് പാടില്ല. ഞാനിന്ന് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നേ മൂന്ന് കാര്യങ്ങളാണ്. അതായത് എൻജിൻ റൂമിൽ നമ്മളിപ്പോൾ നമുക്കിപ്പോൾ എവിടെയെങ്കിലും ലോങ് അത്യാവശ്യം എവിടെയെങ്കിലും പോകണം, നമുക്കപ്പോൾ എൻജിൻ ഓയിൽ ലെവൽ നോക്കണം, പിന്നീട് നമ്മൾ കൂളൻ്റ് ലെവൽ നോക്കണം. അപ്പോൾ ഇങ്ങനെയുള്ളൊരു കാര്യങ്ങൾ, പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ നമ്മുടെ ഗ്ലാസ്സൊക്കെ ക്ലീൻ ചെയ്യുന്നത്, വിൻഷീൽഡ് ഗ്ലാസ്സിലേക്ക് സ്പ്രേ ചെയ്ത് അത് ആ നോസിൽ കൂടെയൊക്കെ വെള്ളം വരുന്നില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു പ്രോബ്ലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ മൂന്നേ മൂന്ന് കാര്യങ്ങളാണ്. ഇപ്പോൾ തീർച്ചയായിട്ടും ഒരു കസ്റ്റമറിൻ്റെ ബോണറ്റ് ഓപ്പൺ ആക്കി വെച്ചതിന് ശേഷം ഇത്രയും കാര്യങ്ങൾ സിമ്പിളായിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. ഇതിപ്പോൾ പെട്രോൾ വണ്ടിയാണ്, മാരുതിയുടെ പെട്രോൾ വണ്ടിയാണ്. അപ്പോൾ ഇത് ഡീസലുമായിട്ട് ഒരു കാരണവശാലും കമ്പയർ ചെയ്യരുത്. ഇത് പെട്രോൾ വണ്ടിയുടെ കാര്യമാണ്. അപ്പോൾ ഇതിലിപ്പോൾ നമുക്കിപ്പോൾ സ്ക്രീൻ വാഷ്, അതായത് നമ്മളെ വൈപ്പർ ടാങ്കിലേക്ക് നമ്മൾ വെള്ളം ഒഴിക്കേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബ്ലൂ കേപ്പാണ്. ബ്ലൂ വൈപ്പർ ടാങ്കിൽ വെള്ളം ഒഴിക്കുന്നത് ബ്ലൂ കേപ്പാണ്. അപ്പോൾ ഈ ബ്ലൂ കേപ്പ് ഇങ്ങനെ ഓപ്പൺ ചെയ്യുക. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗ്ലാസ് കൂടുതലായിട്ട് നമുക്ക് വൃത്തിയാവണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻ വാഷ് നമുക്ക് ഒഴിച്ചാൽ മാത്രമേ അത് നല്ല എന്താ പറയുക, വൈപ്പർ സ്പ്രേ ചെയ്യുന്ന സമയത്ത് കൂടുതലായിട്ട് ക്ലീൻ ആവുള്ളൂ. അപ്പോൾ സ്ക്രീൻ വാഷ് ഒഴിച്ചതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വാട്ടർ ഇതിലേക്ക് നമുക്ക് ഫില്ല് ചെയ്യാം. നമ്മൾ സാധാ വാട്ടർ, പൈപ്പിൽ നിന്നൊക്കെ എടുക്കുന്ന സാധാ വാട്ടർ ഇതിലേക്ക് നമുക്ക് ഫില്ല് ചെയ്യാം. ഓക്കെ, ഫില്ല് ചെയ്തതിന് ശേഷം ഇതിനെ നമ്മൾ അടച്ചാൽ മതി. പിന്നെ അതിനുശേഷം പിന്നെ നമ്മുടെ ഈ കൂളൻ്റ് ലെവല് നോക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഗ്രീൻ കളറാണ്. കൂളൻ്റ് റെസോ ടാങ്കിലുള്ള നമ്മുടെ ഈ കൂളൻ്റ് ലെവല് നോക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രീൻ കളറാണ്. അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് മിനിമവും മാക്സിമവും ഈ ടാങ്കിൽ എഴുതിയിട്ടുണ്ടാവും. നമുക്ക് തീർച്ചയായിട്ടും അത് കാണാൻ പറ്റും. ഇവിടെ മിനിമം, ഇവിടെ മാക്സിമം വരെ നമുക്ക് വെള്ളം ഒഴിക്കാം. അതായത് ഈ ടാങ്ക് നിറയെ ഒഴിക്കേണ്ട, ഇതിൻ്റെ പകുതി വരെ നമുക്ക് ഒഴിക്കാൻ പറ്റും. അപ്പോൾ ഇതിലിപ്പോൾ അത്യാവശ്യം കുറച്ച് 100 മില്ലി 200 മില്ലിയൊക്കെ കുറവുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അത് പോലെ നമുക്ക് ഡിസ്റ്റിൽ വാട്ടർ ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇതിങ്ങനെ പ്രസ് ചെയ്തെടുത്താൽ മതി, മുകളിലോട്ട് പ്രസ് ചെയ്തെടുത്താൽ മതി. ഓക്കെ, ഇതിനകത്ത് നമുക്ക് ഡിസ്റ്റിൽ വാട്ടർ നമുക്ക് ഫില്ല് ചെയ്യാം. പക്ഷേ ഈ റെസോ ടാങ്കിൽ വെള്ളം, അതായത് ഇതിനകത്ത് കൂളൻ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രം ഈ റേഡിയേറ്റർ കേപ്പ് നമുക്കിതിനെ തുറക്കാം. പക്ഷേ ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീറ്റായി നിൽക്കുമ്പോൾ ഒരു കാരണവശാലും റേഡിയേറ്റർ കേപ്പ് ഒരിക്കലും ഓപ്പൺ ചെയ്യാനായിട്ട് പാടില്ല. നമ്മൾ തണുത്ത് നിൽക്കുമ്പോൾ, നല്ല കൂളായിട്ട് എൻജിൻ നല്ല തണുത്ത് നിൽക്കണമെങ്കിൽ മാത്രമേ ഈ റേഡിയേറ്റർ കേപ്പ് ഓപ്പൺ ചെയ്യാവൂ. ഈ റേഡിയേറ്റർ കേപ്പ് നമ്മൾ ഓപ്പൺ ചെയ്യണം എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ നല്ലതായിട്ട് പ്രസ് ചെയ്ത് ഇങ്ങനെ വെച്ചിട്ട് മുകളിലോട്ട് പ്രസ് ചെയ്തെടുത്താൽ മതി. ഇതിലിപ്പോൾ നിറയെ വെള്ളമുണ്ട്. അപ്പോൾ ഒരു ലീക്കും കാര്യങ്ങളും ഒന്നുമില്ല. അപ്പോൾ ഇതിൽ നിറയെ വെള്ളമുണ്ട്. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് റേഡിയേറ്റർ ക്യാപ്പ് ക്ലോസ് ചെയ്യുക. ഇതിലേക്ക് നമുക്ക് അത്യാവശ്യം വേണമെന്നുണ്ടെങ്കിൽ, നമുക്ക് കൂളൻ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ഡിസ്റ്റിൽ വാട്ടർ ഇതുവരെ നമുക്ക് ഒഴിക്കാം. പിന്നീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ എൻജിൻ ഓയിൽ ലെവല് നമുക്കറിയണം. ഇപ്പോൾ എൻജിൻ ഓയിൽ ലെവൽ നോക്കുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് എൻജിൻ ഓയിലിൻ്റെ സ്റ്റിക്ക്. വേണ്ടോ, എൻജിൻ ഓയിലിൻ്റെ സ്റ്റിക്ക്. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ പുതിയ വണ്ടികൾക്കാണെങ്കിൽ എൻജിൻ ഓയിലിൻ്റെ സ്റ്റിക്കാണെങ്കിൽ നമുക്കിപ്പോൾ അതിൽ ഇവിടെ ഒരു യെല്ലോ കളറായിരിക്കും സ്റ്റിക്കിൻ്റെ കളർ. അതായത് ഇതേപോലെ ഇരിക്കും, പക്ഷേ യെല്ലോ കളർ. അതായെന്ന് പറഞ്ഞാൽ കെ സീരീസ് വണ്ടികൾക്കെല്ലാം, അതായത് ഇവിടെ നമ്മളെ ഓയിൽ ക്യാപ്പിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു യെല്ലോ ഇറങ്ങു പോലെ വരും. അതിനെ വലിച്ച് മുകളിലോട്ട് എടുത്തതിന് ശേഷം നമ്മൾ ലെവൽ നോക്കിയാൽ മതി. ഇവിടെ യെല്ലോ കളറിനായിരിക്കും വരുന്നത് ഓയിൽ ക്യാപ്പിൻ്റെ തൊട്ടടുത്തായിട്ട് കെ സീരീസ് വണ്ടികൾ. അപ്പോൾ നമുക്കിപ്പോൾ ഈ വണ്ടി വോൾട്ടയാണ്. അപ്പോൾ നമുക്ക് സ്റ്റിക്ക് ഊരി നോക്കാം. സ്റ്റിക്ക് ഊരിയിട്ട് നമ്മൾ ഈ സ്റ്റിക്കിനെ നല്ലവണ്ണം തുടച്ചതിന് ശേഷം ഇപ്പം ഞാൻ പറഞ്ഞു തരാം. ഇതിലിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഹോള് കാണും. വേണ്ട, ഇവിടെ ഒരു ഹോളുണ്ട്. ഇത് മിനിമമാണ്.
അപ്പോൾ ഇതെന്ന് പറഞ്ഞ് രണ്ടാമത്തെ ഹോളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം ആണ്. ഈ ഈ മാക്സിമം ആണ്. അപ്പോൾ നമുക്ക് ഈ മിനിമവും മാക്സിമത്തിനിടയ്ക്ക് ഇതുവരെ നിൽക്കണമെങ്കിൽ വേറെ കുഴപ്പമൊന്നുമില്ല. പക്ഷേ അതായത് ഈ രണ്ടാമത്തെ വെട്ടിന് മുകളിലോട്ട് കൂടുതലും ആവാൻ പാടില്ല. അതായത് ഈ വെട്ടിൻ്റെ ലെവലിൽ നിൽക്കണം, ഇല്ലെങ്കിൽ കുറച്ച് താഴെ നിൽക്കാം, അത്ര നിൽക്കാം. അപ്പോൾ ഇത്രയും ഉണ്ടെന്നുണ്ടെങ്കിൽ ഓയിൽ ലെവൽ കറക്റ്റാണ്. എന്നിട്ട് നമുക്ക് തിരിച്ച് അത് ഇടുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം സ്റ്റിക്ക് നല്ല രീതിയിൽ ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ ഇതിനെ സ്റ്റിക്ക് ഹോൾ വഴി ഇറക്കുക. ഫുള്ളായിട്ട് ഇറക്കണം. ഫുള്ളായിട്ട് പ്രസ് ചെയ്ത് ഇറക്കിയതിന് ശേഷം നമ്മൾ ലെവൽ നോക്കണം. വേണ്ട, വലിച്ചെടുക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും തിളങ്ങുന്നുണ്ടോ ഓയിൽ. ആ വെട്ട് വരെ കറക്റ്റായിട്ടുണ്ട്, കണ്ടോ? അപ്പോൾ ഇത് ഓയിൽ ലെവൽ കറക്റ്റാണ്. പിന്നെ നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രേക്ക് ഓയിൽ ലെവല് വേണ്ട, ഈ വെട്ട് വരെ ഉണ്ടായിരിക്കണം. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എന്തെങ്കിലും ഇതിൽ കാണാനായിട്ട് ക്ലിയർ ആയിട്ട് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ ബ്രേക്ക് ഓയിൽ ഇതിൻ്റെ റെസർ ടാങ്കിൻ്റെ കേപ്പ് ഇങ്ങനെ തിരുക്കി പതുക്കെ തുറക്കുക. വേണ്ട, തുറന്നതിന് ശേഷം നമ്മൾ നോക്കണം. കണ്ടോ, ഇതിലിപ്പോൾ ഫ്ലൂയിഡ് കുറവാണ്. നമുക്കിപ്പോൾ ഇതിൽ മാരുതി വണ്ടിയിൽ ഒഴിക്കുന്നതെന്ന് പറഞ്ഞാൽ .3 ആണ് ഇതിൻ്റെ ഫ്ലൂയിഡ്. .3 വൈറ്റ് ആണ് ഇതിൻ്റെ കളറ്. അപ്പോൾ ഇതിപ്പോൾ കറക്റ്റാണ്. ഇതിപ്പോൾ കറക്റ്റായിട്ട് രാത്രി ആയിട്ട് കറക്റ്റായിട്ട് തെളിച്ചം കറക്റ്റായിട്ട് കിട്ടുന്നില്ല. അപ്പോൾ അതായത് ഈ വെട്ടിന് താഴെയാണെന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് ടോപ്പ് അപ്പ് ചെയ്ത് കൊടുക്കാം. വേണ്ട, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അത്യാവശ്യമായിട്ട് നമ്മൾ ലോങ് ഒക്കെ പോകണം എന്നുണ്ടെങ്കിൽ അത്യാവശ്യമായിട്ട് നമ്മൾ ചെക്ക് ചെയ്യേണ്ട കാര്യം.